ഇതാണ് നമ്മൾ പള്ളിയുടെ മുൻവശം അല്ലേ? അതെ, ഇതാണ് പള്ളിയുടെ മുൻവശം. AD 1878 അതെ, ഇത് കണ്ടില്ലേ പേഴന്തുരുത്തമ്മയുടെ കണ്ടോ, ഇവിടെ ഉത്സവത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ ബാക്കി എല്ലായിടവും കൊടുക്കുന്നത്. ഓ, അങ്ങനെയുണ്ടല്ലേ? ആദ്യം ഇവിടെ കല്യാണത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ബാക്കി പുറത്തോട്ട് പോകത്തുള്ളൂ. അതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത. അതാണ് അത്രയും സൗഹാർദ്ദതയാണ് നമ്മുടെ ഈ പള്ളിയും ജനവും ആയിട്ടുള്ളത്. കയറുന്ന ഇതിലേക്കൂടാണ് മെയിൻ ആൾക്കാർ കയറുന്ന ഇതിലേക്കൂടാണ്. ഈ ഇത്രയും വർഷമുള്ള താക്കോലാണ്. താക്കോലും പ്രത്യേകത ഉണ്ടല്ലേ? താക്കോലിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ? ഇത്രയും വർഷമുള്ള താക്കോലാണ്. നൂറ്റാണ്ടുകൾ പഴക്കം ചെയ്ത ഒരു പള്ളിയിൽ നിൽക്കുകയാണ്, ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ ദേവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഹിന്ദു സഹോദരന്മാരാണ് ഈ ദേവാലയം മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലേ? അതെ അതെ. ആപ്പാടെ ഈ ദേവാലയത്തിനെ നോക്കി നടത്തുന്ന ഈ ചേട്ടന്റെ പേരെന്തായിരുന്നു? റോബർട്ട്. സാധാരണ മതങ്ങൾ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഈ പള്ളിയെ നോക്കി നടത്തുന്നില്ലേ? പള്ളിയിലെ പെരുന്നാളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഹിന്ദു സഹോദരങ്ങളാണ്. ആണല്ലേ? അങ്ങനെ ഒരുപാട് പ്രത്യേകമുള്ള പള്ളിയാണ്. ഞങ്ങൾ നിൽക്കുന്ന മൺട്രോത്തുരുത്താണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്താണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരൊന്നുകൂടെ പറയാം. പട്ടംതുരുത്ത് മൺട്രോത്തുരുത്തിൽ പട്ടംതുരുത്ത് വാർഡ്. ഓക്കെ. ഇവിടെ ഒരു മാതാവിന് എന്തൊരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറയാറ്. കടൽ കടന്ന് വന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. അതെ, കടലിൽ നിന്ന് മറ്റേ ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. സ്ഥലം എവിടുന്ന് കൊണ്ടുവന്നതാണ് സ്ഥലം? ഇത് ലണ്ടൻ. ആ മാതാവിന് എന്തോ പ്രത്യേകം? സാധാരണ ഒരു മാതാവിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇവിടെ അനുഗ്രഹം കൊടുക്കുന്ന മാതാവാണ്. എന്ന് വെച്ചാൽ എല്ലായിടവും നമ്മൾ കൈകിട്ടി കൂപ്പി നിൽക്കുന്ന മാതാവിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ണീശിനെ എടുത്ത മാതാവിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, അനുഗ്രഹം കൊടുക്കുന്ന മാതാവാണ്. ഇവിടെ വന്ന് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും സാധിച്ചിരിക്കും. അങ്ങനല്ലേ? അതെ. ഒരു കൈ നെഞ്ചത്ത് വെച്ചിട്ട് മറ്റൊരു കൈ ഇങ്ങനെ അനുഗ്രഹം, ആ രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ചേട്ടാ, അന്നേരം ഇത് ഡച്ചുകാരാണോ പോർച്ചുഗീസുകാരാണോ ഈ പള്ളി പണിഞ്ഞത്? ഡച്ചുകാരാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. അനുവാദം മാത്രമേ ഉള്ളൂ. അതെ. ഇത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ജോസഫ് എന്ന് പറയുന്നവരാണ്. അദ്ദേഹം ഇന്ത്യക്കാരൻ തന്നെയാണ് അല്ലേ? ഓക്കെ. അന്നേരം നമുക്ക് അങ്ങോട്ട് കണ്ടാലോ. സാധാരണ ഒരു പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു രൂപക്കൂടും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ? ഇത് അതൊന്നുമില്ല. ഇത് ഇവിടെ മാതാവിന്റെ പള്ളിയാണ്. മാതാവാണ് ഇത് നടത്തുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ മാതാവാണ്. ഓക്കെ. ഈ കാണുന്ന പള്ളിയുടെ നിർമ്മാണ രീതിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? സുർക്ക കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. സുർക്കി. നമ്മുടെ ഈ ഡാമൊക്കെ പണിഞ്ഞ പോലെ തന്നെ പണിഞ്ഞിട്ടുള്ള ഒരു പള്ളിയാണ്. ഓക്കെ. മുല്ലപ്പെരിയാർ ഡാമില്ലേ, ആ ഒരു ശൈലിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർച്ച് ടൈപ്പാണ് കേട്ടോ. അതിന്റെ പ്രത്യേകത തന്നെയല്ല, റൗണ്ടാണ്. ബാക്കിലുള്ള റൗണ്ടാണ്. ഫ്രണ്ട് ഒരു കൂടിനകത്താണ് ഈ കഴുക്കോലെല്ലാം നിൽക്കുന്നത്. അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ? അതെ. ആ കൂടിലാണ് ഈ കഴുക്കോല് മൊത്തം നിൽക്കുന്നത്. അത് ഈ ഭാഗത്തിന് ഒരുപാട് കഴുക്കോലുണ്ട്. അത് മൊത്തം ആ കൂട്ടിലാണ് നിൽക്കുന്നത്. മെയിൻ്റെനൻസ് ഒക്കെ വരാറുണ്ടോ? മെയിൻ്റെനൻസ് വരുന്നത് കൊല്ലം ബിഷപ്പിൻ്റെ അധീനയിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. അപ്പം അദ്ദേഹം വന്ന് ചെയ്യിക്കാൻ നാളെ വിടും, ചെയ്യിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഓടൊക്കെ പൊട്ടിപ്പോകുന്നതേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും പള്ളി നിർമ്മിച്ചു. കാരണം 147 വർഷത്തോളമായി പഴക്കമുണ്ട്. അന്ന് നിർമ്മിച്ച ആ നിർമ്മിതിയാണ് ഇപ്പോഴുള്ളത്. ഒരു മാറ്റവും. ഈ മേൽക്കൂരയായാലും ചിലപ്പോൾ ഓലയായിരിക്കും. ഇല്ല, ആദ്യ കാലഘട്ടത്തിൽ ഒരു ഷെഡായിരുന്നു, അത് ഓലയായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഓടാക്കിയത്. അന്ന് ഇട്ട ഓട്, ഈ ഓട് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ പോലും ഇല്ല. ഓ, ഇത്രയും കനവും അത്രയും ഇതുമൊക്കെയാണ്. ഓക്കെ. പിന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഈ കാണുന്ന കാലികൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. കാരണം ഈ പെയിന്റ് നമ്മൾ ഇത് കണ്ട ഇതുപോലുള്ള 13 ഫോട്ടോ നോക്കിയിരുന്നതാണ്. ഇതുപോലുള്ള ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള 13 ഫോട്ടോകൾ തൂക്കിയിരുന്നതാണ്. അതായത് ക്രിസ്തുവിൻ്റെ മരണകാലങ്ങളെ പറ്റി 13 സ്ഥലം ആണ് ഈ ഓരോ കാലിലും തൂക്കിയിരുന്നത്. അതിപ്പം ഇല്ല, ഫോട്ടോ എല്ലാം പോയി. പിന്നെ അതിനുള്ള തൂക്കാനുള്ള കാല് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ബാക്കി നഷ്ടപ്പെട്ടു. ബാക്കി ഇതുണ്ടോ, ആ കാല് മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇത് കോപ്പയാണ്. ഇത് നമ്മുടെ ഓതുവെള്ളം നിറയ്ക്കുന്നതാണ്. കാര്യം പള്ളിയിലോട്ട് കയറുമ്പോൾ സാധാരണ കാല് കഴുകി പിന്നെ ഓതുവെള്ളം നെറ്റിയിൽ തെറ്റിട്ട് വേണം നമുക്കിത് കയറാൻ. അതിനുള്ളതാണ്, ഈ വെള്ളം നിറയ്ക്കാനുള്ളതാണിത്. കോപ്പയാണ്. അവിടെയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഡോറിന്റെ ഭാഗങ്ങളിൽ കാണും. ഈ ഡോറിന്റെ ഭാഗങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത്. ഈ ഡോറിന് എന്തോ പ്രത്യേകത? ഡോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതകത്ത് തടി കൊണ്ടാണ് കൂട്ടുന്നത്. അല്ല, ലോക്ക് സിസ്റ്റം ഒന്നുമില്ല. വേറെ ലോക്കൊന്നുമില്ല. ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇത് ഈ തടിയിലാണ്
കണ്ടോ, ഈ തടി എടുത്താലേ ഇത് നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. മെയിൻ ഡോറും അങ്ങനെ തന്നെയാണോ? ആ ഡോറും അങ്ങനെ തന്നെ. ഓക്കെ, അതൊന്ന് കാണിക്കാമോ? ഒന്ന് പിന്നെ കാണിച്ചു തരാം. അത് ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഓക്കെ, ഇത് മേപ്പോട്ട് നമ്മൾ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ തുറക്കില്ല. അത് കഴിഞ്ഞ് ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടത്തേ ഉള്ളൂ. ഇടത്തേ ഉള്ളൂ. ഇത് പിന്നെ വേറെ പ്രത്യേകത ഒന്നുമില്ല, ഇത് ബോധവുമില്ല. അത് തന്നെയല്ല അതിൻ്റെ ക്ലാമ്പൊക്കെ കണ്ടില്ലേ, ഒരു ഇഞ്ചസ് എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ വർഷം എത്രയായിട്ടും ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ലേ. അന്നത്തെ കൊല്ലന്മാരിരുന്ന് പണിഞ്ഞതാണ്. അന്ന് ഇത് ആ കാലഘട്ടത്തിൽ ഇതുപോലൊരു പള്ളി ഇവിടെ പണിയണമെങ്കിൽ എത്ര സാഹസ്യം ഉണ്ടായിരുന്നു കാണും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വള്ളമല്ലാതെ വേറൊന്നും വരില്ല. പണ്ടെന്ന് പറയുന്നത് ഈ റോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ റെയിൽവേ ലൈൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. ആ കാലഘട്ടത്തിൽ ഇതുപോലൊരു പള്ളി ഇവിടെ പണിയണമെങ്കിൽ എത്ര ആൾക്കാരുടെ പ്രയത്നം കാണും, എത്ര പേര് ബുദ്ധിമുട്ടി കാണും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. മേൽക്കൂരയൊക്കെ തന്നെ ഇവിടുത്തെ സിസ്റ്റം ഒന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അല്ല, 2 അടി കനമുള്ള തടികളാണ് വെച്ചിരിക്കുന്നത് ഭീമായിട്ട്. ശരിയാണല്ലേ. കണ്ടോ, ഇന്നും അതിനൊരു കേടുപാടോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, ഇതൊന്നും മേളോട്ട് കാണുന്നതൊക്കെ ഇത് കൊയർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ കൊടുക്കുന്ന നേർച്ച എന്ന് പറയുന്ന സാരി, മാതാവിന് ഉടുപ്പിക്കുന്ന സാരി, പിന്നെ മാതാവിന് പൊട്ട്, ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന നേർച്ച. ഓക്കെ, നമുക്ക് അങ്ങോട്ട് നിന്നല്ലോ, മാതാവിനെ എടുത്തിട്ട് നിന്നാലോ. മാതാവിന് കിട്ടുന്ന സാരിയാണിത്. ഈ ഇരിക്കുന്ന അടുക്കി സൈഡിൽ വെച്ചേക്കുന്നത് മാതാവിനെ ഉടുപ്പിച്ച സാരികളാണ്. ഓരോരുത്തർ കൊണ്ടുവരുന്നതാണ്. ഓരോരുത്തർ നേർച്ച കൊണ്ടുവന്ന് തരുന്നതാണ്. അതിവിടെ വെച്ചേക്കും. അതിവിടെ ഒന്ന് ലേലം ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റേ അനാഥാലയങ്ങൾ കൊടുത്തുവിടുകയോ ചെയ്യുന്നതല്ലേ. അല്ലാതെ നമുക്ക് കൂടുതലും അനാഥാലയങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അനാഥാലയങ്ങൾക്ക് അവിടെ നമ്മുടെ സാധാരണക്കാർക്കുണ്ടല്ലോ, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇവിടെ കാശിന് വേണ്ടി വിൽക്കുന്നതല്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു കുടുംബം മാത്രമേ ഉള്ളൂ നോക്കി നടത്തുന്നത്, വേറെ ആരും ഇല്ല. ഇവിടെ ഹിന്ദു സഹോദരങ്ങളാണ്, ഞാൻ പറയില്ല, നമ്മൾക്ക് സപ്പോർട്ട് ഹിന്ദു സഹോദരങ്ങളാണ്. അവരുണ്ടെങ്കിൽ പള്ളി മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ കോഴിവള, പിന്നെ അഷ്ടമുടി എന്നൊക്കെ ആൾക്കാർ വരുമെങ്കിൽ തന്നെ ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങൾ കഴിഞ്ഞുള്ള ബാക്കി കാര്യങ്ങളുള്ളൂ. അവർക്ക് പിന്നെയുള്ളൂ സ്ഥാനമേ ഉള്ളൂ. നമ്മളുടെ നാട്ടിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴന്തൂരത്ത് അമ്പലത്തിലെ പെരുന്നാളാണ്, അതിന് ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഉത്സവം കഴിഞ്ഞാൽ ഉണയി പള്ളിയിലെ പെരുന്നാളാണ്. അതല്ലെങ്കിൽ അതിന് മുന്നേ ഉത്സവത്തിന് മുമ്പേ നടക്കും പെരുന്നാൾ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് നടക്കും. ഇതാണ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അന്നേരം ഒരു പ്രാവശ്യം ആൾക്കാർക്കുള്ള പള്ളി അല്ല, സത്യം പറഞ്ഞ ഇപ്പം വന്ന് പൊതുജനങ്ങൾക്കുള്ളതാണ്. അല്ല, പൊതുജനങ്ങളാണല്ലോ പള്ളി എന്ന്, ദേവാലയങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ആണല്ലോ, അല്ലാതെ വ്യക്തികളുടെ അല്ലല്ലോ. ഹിന്ദു മുസ്ലിം ഒന്നുമില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ദൈവം എല്ലാവർക്കും ഒന്ന് തന്നെയല്ലോ. എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് ആ മനസ്സിലാക്കി ജീവിക്കുന്നു എന്നുള്ളത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്ത് സ്നേഹമുണ്ട്, ഐക്യതയുണ്ട്. മനസ്സിലായി. നമുക്കൊരു കാര്യം, പള്ളിയുടെ പുറം ഒന്ന് കണ്ടാലോ? കാണുമല്ലോ. കാരണം ഈ അകത്ത് നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവത്തില്ല, പുറത്തോട്ട് പോയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ മേൽക്കൂരയുടെ പ്രത്യേകത ഉണ്ടോ, സാധാരണ 1, 2, 3 കഴുക്കോലൊക്കെ വരുന്ന സാധനം എത്ര പീസ് അങ്ങനെ വന്നിരിക്കുന്നത്. തന്നെ ഒരു കൂട്ടി പോയിരിക്കുന്നത്, ഒരു നിശ്ചിതമായ ഒരു പോയിന്റിൽ നിന്നാണ് പോയിരിക്കുന്നത്. അതെ, അവിടെ നോക്കിയോണേ, കണ്ടോ, ഇവിടെ നിന്നാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതെ, അന്നേരം നമുക്ക് പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങിയാലേ ബാക്കി കള്ളം കാണാം. പിന്നെ നമ്മൾ വരാൻ നേരത്തെ അവിടെ ഒരു കല്ലറ കണ്ടായിരുന്നു, 2-3 കല്ലറേ ഉള്ളൂ, വേറെ കല്ലറ കണ്ടില്ല. ഇല്ല, വേറെ ഒന്നും ഇല്ല, ഒറ്റ കല്ലറ. നമ്മുടെ വീട്ടിലെ കല്ലറ മാത്രമേ ഉള്ളൂ. കാരണം പുറമേ നിന്ന് വരാനല്ലേ, വേറെ ആൾക്കാരില്ലല്ലോ, ക്രിസ്ത്യൻസ് ആയിട്ട് വളരെ കുറവായില്ലേ, ഒറ്റ വീട്. ഓക്കെ, ഇതാണ് നമ്മൾ പള്ളിയുടെ മുൻവശം അല്ലേ? അതെ, ഇതാണ് പള്ളിയുടെ മുൻവശം. AD 1878. അതെ, AD 1878 പണിതാണ്. അതിന്റെ മേളിൽ ഉണ്ടല്ലോ മറിയം ഔസേപ്പ്. ഓക്കെ, ഈ മറിയം ഔസേപ്പ് അവരുടെ ലോഗോ പോലെ ലോഗോയാണല്ലേ? ഇവിടെ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൺട്രോ സായിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ?
ഇവിടെ മൺട്രോ കേണൽ മൺട്രോ ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഭരിച്ച കാലത്താണ് ഇവിടെ വാസ സൗകര്യമാക്കിയത് അദ്ദേഹമാണ്. ഈ ആറുകൾ ഉണ്ടാക്കിയതും മറ്റത് ഈ ഇവിടെ ജനങ്ങൾക്ക് താമസ സൗകര്യം ഉണ്ടാക്കിയത് അദ്ദേഹം. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു ഇവിടെ. ഇപ്പോഴാണ് ഇപ്പോൾ റോഡ് ആയതും ഇവിടെ വണ്ടി വരാനൊക്കെ തുടങ്ങിയത്. പണ്ട് ഈ ഇതൊക്കെ പണിയുന്ന കാലത്ത് റോഡും ഇല്ല, ഒന്നുമില്ല. ഇത് പണിഞ്ഞത് തന്നെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിലവിൽ ഇപ്പോഴത്തെ പുതിയ കെട്ടെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന സംഭവമുള്ളോ? ഇല്ല, ഫ്രണ്ട് അത് അന്ന് കെട്ടിയതാ. ഈ ടൈലിട്ടത് ഈ അടുത്ത കാലത്തിനുള്ളൂ. ഇത് പൊളിഞ്ഞു പോയിട്ട് ഈ ടൈലിട്ടത് നൂറ്റാണ്ടിൽ പഴക്കം 142 വർഷത്തോളം പഴക്കം വന്നു. അന്നുള്ള സംഭവത്തിനാണ് ഈ കാണുന്നത്. അതല്ല, ഈ ഇതൊഴികെ ബാക്കിയല്ല. ഓക്കെ, പഴയ മുൻവശത്ത് നിന്നല്ലേ കാണാൻ കഴിയുന്ന പറഞ്ഞാൽ അഷ്ടമുടി കായലല്ലേ? അഷ്ടമുടി കായലാണ്. ഇതെന്താ ചേട്ടാ സംഭവം? ഈ സംഭവം ഇത് ഫസ്റ്റ് ഇതിനകത്ത് പള്ളി കെട്ടുമ്പോൾ തന്നെ ഇതിൽ തൊഴുതിട്ട് കയറാനാണ് പണ്ട് കെട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ കായൽ ഇത് അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട് കായലിനോട് അടുത്ത് ഒരു ഇത് കാണണ്ടേ. ഇത് സംഭവം എന്താണത്? സംഭവം ഇത് ഒരു മെഴുകുതിരി കത്തിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ കൊടിമരം അന്നേ ഉള്ളതല്ല, അത് കഴിഞ്ഞുണ്ടാക്കിയതാണ്. ഇതായിരുന്നു അന്ന് സ്ഥാപിച്ചതാണ്. എന്ന് വെച്ചാൽ കായലിൽ നിന്ന് കാണാൻ വേണ്ടി പെട്ടെന്ന് കാണണമല്ലോ, ഒരു അടയാളം, ഒരു കുരിശടി മാതിരി ഉണ്ടാക്കിയതാണ്. ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് പള്ളി ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഈ മെഴുകുതിരി വെട്ടം, അല്ലെങ്കിൽ അന്ന് റാന്തൽ വെട്ടമായിരുന്നു. ആ റാന്തൽ വെക്കാനുള്ള സൗകര്യത്തിനാണ് ആ റാ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം കാലത്തിനനുസരിച്ച് മെഴുകുതിരിയായി മാറി. ഇവിടെ ആരോ വന്ന ഒരാൾ ഇവിടെ മെഴുകുതിരി കത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അന്നേരം പള്ളിയുടെ ബാക്കിലോട്ട് പോകാല്ലേ? ഈ അമ്മയടുത്തൊക്കെ ചോദിച്ചാൽ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും. ഈ അമ്മയൊക്കെ ഇവിടുത്തെ സ്ഥിരം അന്തേവാസികളാണ്. അതല്ലേ? അമ്മയുടെ പേരെന്താണ് അമ്മേ? സർല. ഓക്കെ, അമ്മ ഇവിടെ തന്നെ താമസിക്കുന്നില്ലേ? 3 കൊല്ലം നടത്തിയായിരുന്നില്ലേ? മോൻ മരിച്ചു പോയോ? ഓ, അന്നേരം അമ്മ ഇവിടുത്തെ അടുത്തുള്ളതല്ലേ? അപ്പുറത്ത് അമ്മയുടെ ഓ ഒത്തിരി പഴക്കമുള്ളതാണല്ലേ? അമ്മ സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കാറുണ്ടല്ലേ? ബാഗിലോട്ട്. അമ്മയുടെ പേര് സർലേതാണ്. സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ളതാണ്. അദ്ദേഹവും ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. അദ്ദേഹം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. ഓ, അങ്ങനെയല്ലേ? അദ്ദേഹത്തിന്റെ ഒരു സൈഡ് തളർന്നു പോയതാണ്. പ്രഷർ കയറി അടിച്ചിട്ട് തളർന്നു പോയതാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ. പേരെന്താണ്? കൊച്ചുകുട്ടൻ. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ആ ഒരു കല്ലറ ഉണ്ടായിരുന്നു. 3 കല്ലറ. 2 കല്ലറയ്ക്ക് നല്ല പഴക്കമുള്ളതല്ലേ? അല്ല, 2 കല്ലറ. ഒരു കല്ലറയ്ക്ക് നല്ല പഴക്കമുള്ള 1963 കല്ലറയാണ്. ഒരു കുട്ടി മരിച്ചു പോയതാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഈ പള്ളി നോക്കിക്കൊണ്ടിരുന്ന പപ്പായും മമ്മായാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ പഴയ പിറകിലോട്ട് വന്നുള്ള കാഴ്ച കേട്ടോ. ഒരു ആർച്ച് രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് അല്ലേ? ഇപ്പൊ നിലവിൽ നേരെ കഴിഞ്ഞില്ല. നമ്മളെ ഡോറെല്ലാം ലോക്കിയിരിക്കും. തടി കൊണ്ടല്ലോ അന്നേരം കയറുന്ന ഇതിലേക്കൂടാണ് മെയിൻ ആൾക്കാർ കയറുന്ന ഇതിലേക്കൂടാണ്. ഈ ഇത്രയും വർഷമുള്ള താക്കോലാണ്. താക്കോലിന് പ്രത്യേകത ഉണ്ടല്ലേ? താക്കോലിന്റെ പ്രത്യേകത ഉണ്ടല്ലേ? ഇത്രയും വർഷമുള്ള താക്കോലാണ്. ഇതിനകത്തൊരു ഹോളുണ്ട്. ഈ ഹോള് ഇതിനകത്ത് ഈ ഉക്കി കയറണം. എന്നാലേ ഇത് ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. വേറെ താക്കോൽ കൊണ്ടുവന്നിട്ട് ഇത് തുറക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ബാക്കിൽ കൂടെ കയറുന്ന വെച്ചാൽ ബാക്കി മൊത്തം ലോക്കാണ്, തടി കൊണ്ടുള്ള ലോക്കാണ്. അപ്പം നമുക്ക് ബാക്കിൽ തുറന്നിട്ട് ബാക്കി ലോക്ക് എടുത്താൽ മതി. ആന ചവിട്ടിയാൽ പോലും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോക്കാണ്. അന്നേരം ഈ ഇതിൽ കൂടെ കയറാൻ പറ്റും. ഇങ്ങനെ കയറാല്ലേ? ഇവിടെ അത് പറയണമെങ്കിൽ അതുണ്ട്. അതെന്ന് പറയുമ്പോൾ ഇതാണ് കാര്യം. ഇതിനകത്ത് വെള്ളം അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ വെള്ളം നെറ്റിൽ കുരിശ് വരച്ചിട്ട് കയറണമെന്നുള്ളതാണ്. അതിനുള്ളതാണ് ഇത്. പോപ്പേ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, മെയിൻ ഡോറിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. ഇദ്ദേഹമായിരുന്നു ഇത് നോക്കിക്കൊണ്ടിരുന്നത്. ലൂയിസ് ഫെർണാണ്ടസ്.
പപ്പായും മമ്മായി ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിനുശേഷം പപ്പായും മമ്മായി മരിച്ചതിന് ശേഷമാണ് ഞാൻ നോക്കി വീട്ടിൽ നോക്കുമായിരുന്നു. ഇത് 1963 ഒരു കുട്ടി മരിച്ചതാണ്. അതുകൊണ്ടാണത് അങ്ങനെ ആയിപ്പോയത്. ഇവിടെ ഉണ്ടായിരുന്ന പഴയൊരു കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇത് തൊട്ട് പറയും, ഇതും അതൊരു കുരിശായിരുന്നു. മറ്റേ ഇതൊരു ചെമിത്തേരിയാണ്. ചെമിത്തേരി ചുറ്റി കെട്ടിയിരുന്നതാണ്. അതൊരു കുരിശുണ്ടായിരുന്നു. ആ കുരിശ് ഒടിഞ്ഞു പോയി. ഓക്കെ, നിലവിൽ ഇപ്പൊ ഈ രണ്ട് വേറെ ഒന്നുമില്ലല്ലേ? ഇത് കുട്ടിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞു ചേട്ടന് ഒരു കുടുംബം മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി അന്നത്തെ? അന്നുള്ളവരെല്ലാം തങ്കശ്ശേരി, കൊച്ചി, ഇവിടെ ഗോവ ഒക്കെ. അവരങ്ങോട്ട് മാറിയില്ലേ? അപ്പൊ ലാസ്റ്റ് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആയത്? ഒറ്റ കുടുംബം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അന്നേരം നമ്മൾ പള്ളിയുടെ പിറകിലോട്ട് വന്നുള്ള കാഴ്ച കേട്ടോ. ഒരു ഗോപുരം, നമ്മൾ അകത്ത് കണ്ട ഒരു കൂര ഇല്ലേ അത്? റൗണ്ടാണ്, എല്ലാം റൗണ്ടാക്കി ചെയ്തിരിക്കുകയാണ്. നല്ല കട്ടിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? ചുരുക്കി കൊണ്ടുണ്ടാക്കിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അന്നിത് പണിയുമ്പോൾ കഴിഞ്ഞതൊന്നും ആലോചിച്ച് നോക്കാം. വെള്ളവും കാലഘട്ടത്തിൽ. അതെ. ഓക്കെ. അന്നേരം പഴയുടെ പിറകുവശത്തുള്ള കാഴ്ച ഇതൊക്കെയാണ്. നമുക്ക് ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് കണ്ടാലോ? അങ്ങനെ. ഇത് മൊത്തത്തിൽ എത്ര ഉണ്ട് സ്ഥലം ഇവിടെ? ഉണ്ടല്ലേ? അങ്ങോട്ടുള്ള ആണല്ലേ? ഓക്കെ. നമ്മളെ പള്ളിക്ക് അകത്തൊരു മണി ഉണ്ടായിരുന്നു. ആ മണിക്ക് നമുക്ക് പഴക്കം ഉള്ളതാണോ? അതെ, സെയിം പഴക്കമുള്ളതല്ലേ? അത് കടൽ കടന്നു വന്നതാണോ? അതല്ലേ? ഓക്കെ. അന്നേരം പള്ളിയുടെ മുൻവശം കുറച്ച് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് പള്ളിയുടെ മുൻവശത്തുള്ള കാഴ്ച. ഇതാണ്. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ വന്നപ്പോഴേ ഈ കാണുന്ന ഗ്ലാസ്സിനകത്തൊക്കെ ഒരുപാട് പേര് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് സാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തോ പറയുന്നത്, ദൈവങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മായ്ച്ചു കളഞ്ഞില്ല ഇവിടുന്ന്? കുറേയൊക്കെ മായ്ച്ചു. അതായത് ഇവിടെ ഇരിക്കുന്ന രൂപങ്ങൾ കാണണ്ടേ? ആൾക്കാർ ഈ മെഴുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടങ്ങ് പോവില്ലേ? അപ്പോൾ രൂപങ്ങൾ കാണണ്ടേ? അവരുടെ ഒരു വിശ്വാസം. അതെ. അവരുടെ വിശ്വാസം കണ്ടില്ലേ? പേഴന്തുരുത്തമ്മയുടെ കണ്ടോ? ഇവിടെ ഉത്സവത്തിൻ്റെത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവർ ബാക്കി എല്ലായിടവും കൊടുക്കുന്നത്. അങ്ങനെയുണ്ടല്ലേ? ആദ്യം ഇവിടെ കല്യാണത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ബാക്കി പുറത്തോട്ട് പോകത്തുള്ളൂ. അതാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത. അതാണ് അത്രയും സൗഹാർദ്ദതയാണ് നമ്മുടെ ഈ പള്ളിയും ജനവും ആയിട്ടുള്ളത്. വിദ്വേഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം മായ്ച്ചു കളഞ്ഞല്ലേ? അത് കുറേയൊക്കെ മായ്ച്ചു കളയുന്നത്. ഇത് കാണണ്ടേ? കണ്ടേ? പള്ളിക്കകത്തുള്ള കാഴ്ചയൊക്കെ വിശ്രമിക്കുകയും കുറഞ്ഞ് ആൾക്കാരെ എഴുതി ഓരോ ആവശ്യങ്ങൾ എഴുതി വെക്കുന്നതാണ്, അപേക്ഷകൾ. ഓരോ വിശ്വാസികൾ കൊണ്ടുവരുന്നതാണ് ഈ ഇതൊക്കെ, വിളക്കുകളൊക്കെ.